മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം പലർക്കും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും. എന്നാൽ ആ സ്വപ്നം പൂവണിയാൻ കാത്തിരിക്കുമ്പോൾ വാർദ്ധക്യവും നിസ്സഹായതയും മാത്രം കൂട്ടായി മാറിയിരിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം ഉപ്പുകണ്ടം സ്വദേശിനി വിജയമ്മ സദാനത്തിന്. സർക്കാർ പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും ബാക്കി ഗഡുക്കൾ ലഭിക്കാത്തതിനാൽ നിർമ്മാണം പാതി വഴി നിലച്ചു. ഒരു വർഷത്തിലേറെയായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന ഈ വയോധികയുടെ ജീവിതത്തിലേക്ക് ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിച്ച വിജയമ്മയുടെ അവസാന ആഗ്രഹം ഒന്നു മാത്രമാണ്: മരിക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങണം. ആ സ്വപ്നത്തിന് പ്രതീക്ഷയായി എത്തിയത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ്. ത്രിതല പഞ്ചായത്തുകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിഹിതങ്ങൾ ഉൾപ്പെടെ 4 ലക്ഷം രൂപയാണ് വീടിനായി അനുവദിച്ചത്. എന്നാൽ 3 ഗഡുക്കളായി ലഭിച്ചത് ആകെ 1,98,000 രൂപ മാത്രം. ആ തുക ഉപയോഗിച്ച് വീടിൻ്റെ തറയും ഭിത്തിയും വരെ പൂർത്തിയാക്കി. പിന്നീട് ഫണ്ട് നിലച്ചു. വീടിൻ്റെ പണിയും നിലച്ചു. മഴയും കാലാവസ്ഥയും കണക്കിലെടുത്ത് പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ മനസ്സ് സമ്മതിച്ചില്ല. ഒടുവിൽ കടം വാങ്ങിയാണ് വീടിൻ്റെ മേൽക്കൂര വാർത്തത്. എന്നാൽ ഇനി ബാക്കി നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവശ്യമായ തുക അനുവദിച്ചിട്ടില്ല എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. കിട്ടാനുള്ള ഗഡുക്കൾക്കായി കഴിഞ്ഞ 1 വർഷമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ വയോധിക. ഉടൻ കിട്ടും എന്ന മറുപടി മാത്രമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. അന്നേരത്തേക്ക് ഈ വീട് ഇങ്ങനെ കടം വാങ്ങിച്ച് വാർക്ക കഴിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഓടി ഇങ്ങനെ നടക്കുന്നേക്കാളും പ്രായം ഒത്തിരിയായില്ല. അന്നേരം 2 കതവ് ഇട്ടിട്ട്, കതവ് ഇട്ടില്ലെങ്കിൽ സാരിയെങ്കിലും ഞാൻ വലിച്ചു കെട്ടിക്കോളാമെന്നാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ബാത്റൂമും വേണം എനിക്ക്. ഇല്ലെങ്കിൽ ഞാൻ മെഴുകുതിരിയെങ്കിലും കത്തിച്ച് വെച്ചോളാം, അടുപ്പില്ലെങ്കിലും ഞാൻ മുറ്റത്തെങ്കിലും വേവിച്ചോളാം, അല്ലെങ്കിൽ ഓരോ വന്നെങ്കിലും വാങ്ങിച്ച് വെച്ച് ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് ഞാൻ വാർക്കയ്ക്ക് ദൈവം പ്രവർത്തിച്ച് കടം വാങ്ങിച്ച് ചെയ്തത്. അവരെന്താ പറയണേ? അവർ പറയുന്നത് താമസമുണ്ടെന്ന്. പിന്നെ സാറ് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ ബ്ലോക്കിൽ ചെന്നപ്പോൾ സാറ് പറഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞു സാറേ എനിക്ക് പറ്റൂല, എനിക്ക് വീടിനെക്കാളും പ്രശ്നം എൻ്റെ വായ്പ തിരികെ കൊടുക്കണം. ഇപ്പോൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, വാടകയ്ക്ക്. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഭരണപരമായ റിവിഷനുകൾ നടക്കുന്നതിനാലാണ് ഫണ്ട് അനുവദിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. വിജയമ്മയുടെ ദുരിതം ഒറ്റപ്പെട്ടതല്ല. ബ്ലോക്ക് പഞ്ചായത്തുകൾ വഴി PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർധന കുടുംബങ്ങൾക്ക് അനുവദിച്ച നിരവധി വീടുകളുടെ നിർമ്മാണമാണ് ഗഡുക്കൾ ലഭിക്കാത്തതിനെ തുടർന്ന് മുടങ്ങിക്കിടക്കുന്നത്. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.